ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത് മക്കളെ? ബെൽജിയത്തിൻ്റെയും അതുപോലെ ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെയും ഒരു പോളിസി എങ്ങനെയായിരുന്നു അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത്? എല്ലാവർക്കും ഒരേ ഇതിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അവർ ഫോം ചെയ്തത്? ബെൽജിയം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ പീപ്പിൾ അതുപോലെ തന്നെ എല്ലാ റീജിയണൽ കമ്മ്യൂണിറ്റീസിനും ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് അല്ലെ ബെൽജിയം എന്ന കൺട്രീന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത്. പക്ഷെ ശ്രീലങ്കയോ അത് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം ഡൊമിനൻസ് കൊടുത്ത് ആ ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റീനെ സബോർഡിനേറ്റ് ആയി കാണുന്ന ഒരു രീതിയായിരുന്നു അല്ലെ. അപ്പൊ നോക്കാം, ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ. ഓക്കെ, ഫസ്റ്റ്ലി പവർ ഷെയറിംഗ് ഈസ് ഗുഡ് because it helps to reduce the possibility of conflict between social groups. അല്ലേ, പവർ ഷെയർ ചെയ്യപ്പെടണം അല്ലേ, അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം കൊടുത്താണെങ്കിൽ അത് മറ്റൊരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? കച്ചറയാക്കും അല്ലേ. എല്ലാവർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ കൊടുക്കണം, ബെൽജിയം എന്ന കൺട്രി കൊടുക്കുന്ന പോലെ. സിൻസ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫൻ ലീഡ്സ് ടു വയലൻസ് എന്ന് വെച്ചാൽ വയലൻസ് പറയാം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് നടക്കും, എന്തായാലും അവിടെ വയലൻസ്, കച്ചറ ഉണ്ടാവും, കൊല ഉണ്ടാവും അല്ലെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, പവർ ഷെയറിംഗ് ഇസ് എ ഗുഡ് വേ ടു എൻഷ്യൂർ ദ സ്റ്റെബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഓർഡർ. ഒരു പൊളിറ്റിക്കൽ ഓർഡർ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം എന്ന് മക്കളെ പറയുന്നത്? പവർ ഷെയറിംഗ് ഷുഡ് ബി ദെയർ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ. And imposing the will of majority community over others may look like an attractive option in the short run, but in the long run it undermines the unity of nation. ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റീനെ, ഒരു മെജോറിറ്റി പാർട്ടി മറ്റൊരു മൈനോറിറ്റി പാർട്ടിയുടെ മേല് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ആദ്യമൊക്കെ കുറെ വർഷം ഇങ്ങനെ പോവും, സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യും ഗവൺമെന്റ്. പക്ഷേ കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ നാഷന്റെ ഒത്തൊരുമേനെ വളരെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്ന്. ഓക്കെ, and the tyranny of the majority is not just oppressive for the minority, it often brings runs to the majority as well. അല്ലെ, ഇങ്ങനെയുള്ളത് മെയിൻലി ഒപ്രസീവ് ആണ്. എന്ന് വെച്ചാൽ ഒരു മെജോറിറ്റി പാർട്ടി മൈനോറിറ്റി പാർട്ടിനെ ഒപ്രസ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് അതൊരു നാഷന്റെ യൂണിറ്റീനെ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റീനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, and there is a second deeper reason for power sharing. എന്താണ് റീസൺ? is because power sharing is good for democracies. എന്ന് വെച്ചാൽ എല്ലാ ഡെമോക്രസീസിലും പവർ ഷെയറിംഗ് ഷുഡ് ബി ദെയർ അല്ലേ. പവർ ഷെയറിംഗ് ഇസ് വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. നമ്മുടെ ഡെമോക്രസിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ ഒരു പവർ ഷെയറിംഗ് ആണ്. ഓക്കെ, a democratic rule involves sharing power with those accepted by its exercise and those who have to live with its effects. അല്ലേ, എന്ന് വെച്ചാൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? അതിന്റെ പവർ സ്റ്റേറ്റ് ഗവൺമെന്റുള്ള മിനിസ്റ്റേഴ്സിന് കൊടുക്കും അല്ലെ, അവരുടെ താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൊടുക്കും. പവേഴ്സ് എന്താണ്? ഷെയർ ചെയ്യപ്പെടുകയാണ്. പല ഫീൽഡിലുള്ള ആളുകൾ അല്ലെ പവർ ഷെയർ ചെയ്യാണ്. അപ്പൊ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ടാവും, ഇൻഡസ്ട്രി മിനിസ്റ്റർ ഉണ്ടാവും, അർബൻ അഫയേഴ്സ് അല്ലെ, അതുപോലെ തന്നെ ഹോം അഫയേഴ്സ്, അതുപോലെ എല്ലാ രീതിയിലും ഉള്ള മിനിസ്റ്റേഴ്സിനൊക്കെ പവർ ഷെയർ ചെയ്ത് കൊടുക്കുമാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയി മാറുക അല്ലേ. അതുകൊണ്ടാണ് പവർ ഷെയറിംഗ് ഇസ് ദി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, പീപ്പിൾ ഹാവ് എ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ഓൺ ഹൗ ദേ ആർ ടു ബി ഗവേൺഡ് അല്ലേ. എന്താണ്? ജനങ്ങൾക്ക് അവകാശമുണ്ട് എങ്ങനെയാണ് അവർ എലക്ട് ചെയ്യുന്ന ആളുകള് എങ്ങനെയാണ് ഗവൺമെന്റിൽ പവർ ഷെയർ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ജനങ്ങൾക്കും അവകാശമുണ്ട് അല്ലേ. ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ് വൺ വെർ സിറ്റിസൺസ് ത്രൂ പാർട്ടിസിപ്പേഷൻ അക്വയർ എ സ്റ്റോക്ക് ഇൻ ദ സിസ്റ്റം. എന്ന് വെച്ചാൽ സിറ്റിസൺസിനും ഇതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കുക, ഗവൺമെന്റിന് എല്ലാ പോളിസീസും അറിയാൻ. അത് അങ്ങനെയുള്ള ഗവൺമെന്റിനെയാണ് നമ്മൾ പറയുന്നത് എന്ത് പേരിൽ പറയുന്നത്? ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പലതരത്തിലുള്ള പവർ ഷെയറിംഗ് എക്സിസ്റ്റബിൾ ആണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് പവർ ഷെയറിംഗ് ആണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ദ ഐഡിയ ഓഫ് പവർ ഷെയറിംഗ് has emerged in opposition
to the notion of undivided political power. Okay. For a long time, it was believed that all power of government must reside in one person. പണ്ട് കാലഘട്ടത്തൊക്കെ ഒരാളിൽ മാത്രം പവർ നിലനിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പോ എന്താ പറയാ, വിക്ടോറിയൻ കാലഘട്ടത്ത് ഒക്കെ എന്താണ് ആ ഒരു രാജ്ഞിന്റെ കൈമേലെ ഫുൾ പവർ അല്ലെ. അങ്ങനെയുള്ള കുറെ റൂളിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥിതിയിലെത്തിയത്. പക്ഷെ ഇപ്പോ എന്ന് വെച്ചാൽ 29 സ്റ്റേറ്റ്സ് ഉണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ഒരാൾക്ക് മാത്രം പവർ എന്ത് ചെയ്യാൻ പറ്റില്ല, കൈമേൽ വെച്ചിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഷെയറബിൾ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ്, it was felt that if the power to decide is dispersed, it would not be possible to take quick decisions and to enforce them. അല്ലേ, ഈ പവർ ഷെയറിങ്ങിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനോ ഒന്നും പറ്റില്ല പെട്ടെന്ന്. ഓക്കെ, ബട്ട് ദിസ് നോഷൻ ഹാവ് ചേഞ്ച്ഡ് വിത്ത് ദ എമർജൻസ് ഓഫ് ഡെമോക്രസി അല്ലേ. അങ്ങനെ ഡെമോക്രസി ഫോം ചെയ്തപ്പോൾ ഈ നോഷൻസിനൊക്കെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് one basic principle of democracy is that people are the source of all political power അല്ലേ. എന്ന് വെച്ചാല് ഡെമോക്രസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, പീപ്പിൾ ആർ ദ സോഴ്സ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പവർ. എല്ലാ പൊളിറ്റിക്കൽ പവറിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് ആരാണ് മക്കളെ, ജനങ്ങളാണ് അല്ലെ. ഇൻ എ ഡെമോക്രസി പീപ്പിൾ റൂൾ ദംസെൽസ് അല്ലെ. പീപ്പിൾ റൂൾ ദംസെൽസ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെന്റ്. ആളുകളാണ് അവരെ എന്ത് ചെയ്യുന്നത്, ആളുകൾ അവരെ തന്നെ എന്താണ് റൂള് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സെൽഫ് ഗവൺമെന്റ്, ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെന്റ്. അവർ തന്നെ പീപ്പിൾ റൂൾ ദംസെൽസ് അല്ലെ ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽഫ് ഗവൺമെന്റ് എന്നാണ് ട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ഇൻ എ ഗുഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ഒരു നല്ല ജനാധിപത്യ രാജ്യത്തില് ഡ്യൂ റെസ്പെക്ട് ഇസ് ഗിവൺ ടു അല്ലെ. ബെൽജിയം പോലുള്ള രാജ്യം പോലെ എല്ലാവർക്കും, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും ഈക്വൽ representation should be given. Everyone has a voice in the shaping of public policies. എന്ത് ലോ വന്നാലും അതിന് ജനങ്ങൾക്കും എന്ത് ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട്. അതാണ് പറയുന്നത് everyone has a voice in the shaping of public policies എന്ന്. Okay. In modern democracy, power sharing arrangement can take many forms അല്ലെ. ഇന്നത്തെ മോഡേൺ ഡെമോക്രസിയിൽ എങ്ങനെയാണ് പവർ ഷെയറിങ് നടക്കുന്നത് എന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു പണ്ട് കാലഘട്ടത്തിൽ ഒരാളെ കൈമിൽ മാത്രമായിരുന്നു പവർ ഉണ്ടായിരുന്നത്. ബട്ട് നൗ മോഡേൺ ഡെമോക്രസിയിൽ എങ്ങനെയാണ് പവർ ഷെയറിങ് നടക്കുന്നത്. പവർ ഷെയർഡ് അമംഗ് ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസിൽ പവർ ഷെയർ ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഓർഗൻസ്, എന്തൊക്കെയാണ് പറഞ്ഞേ, നമ്മൾ പഠിച്ചാണല്ലോ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞേ. ഇറ്റ് ഈസ് ലെജിസ്ലേച്ചർ, ആൻഡ് സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ജുഡീഷ്യറി അല്ലേ. ഓക്കെ, and let us call this horizontal distribution of power because it allows the different organs of government placed it at the same level exercise different powers അല്ലെ. ഇത് മൂന്നെണ്ണവും നമ്മുടെ ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് ആയിട്ടുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇവർ മൂന്നും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിപ്പെൻഡൻസ് ആയിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, such a separation ensures that none of the organs can exercise unlimited power. ഇതില് ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ ജുഡീഷ്യറിക്കോ ഒറ്റയ്ക്ക് എന്താക്കാൻ പറ്റില്ല, അവരുടെ പവർ ചൂസ് ചെയ്തിട്ട് ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഈച്ച് ഓർഗൻ ചെക്സ് അതേഴ്സ്. രണ്ടുപേരും എന്തേ തെറ്റ് ഏതെങ്കിലും ഓർഗനിൽ കാണുകയാണെങ്കിൽ, ലെജിസ്ലേച്ചറിൽ തെറ്റുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് അത് ചെക്ക് ചെയ്യും, എക്സിക്യൂട്ടീവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജുഡീഷ്യറി ചെക്ക് ചെയ്യും അല്ലോ. ഓക്കെ, this results in the balance of power among various institutions. ഇത് മൂലമാണ് എന്ത് ബാലൻസ് ഓഫ് പവർ ഉണ്ടായത് ബിറ്റ്വീൻ ദ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് മക്കള് മനസ്സിലാക്കുക. ഓക്കെ, ഇൻ എ ഡെമോക്രസി, ഒരു ജനാധിപത്യ രാജ്യത്ത്, ഈവൻ ദോ മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് എക്സസൈസ് പവർ അല്ലെ. മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കൈമേലാണ് എന്തുണ്ടാവുക, പവർ ഉണ്ടാവുക. ആൻഡ് ദേ ആർ
റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് അസംബ്ലി. അവരാണ് എന്ത് പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലീസിലും ആ ഒരു പവർ ചൂസ് ചെയ്തിട്ട് ഓരോ സിറ്റീസിലുള്ള അല്ലെ വില്ലേജസിലുള്ള പ്രോബ്ലംസ് അവിടെ പറയുകയും അല്ലെ എല്ലാവിധ പോളിസി അവർ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറയാനുള്ള പവർ അവരുടെ കയ്യിലായിരിക്കും. സിമിലർലി ഓൾദോ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ദ എക്സിക്യൂട്ടീവ് ആണ് ജഡ്ജസിനൊക്കെ അപ്പോയിന്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ചെക്ക് ദ ഫങ്ഷനിങ് ഓഫ് എക്സിക്യൂട്ടീവ് ഓർ ലോസ് മെയ്ഡ് ബൈ ലെജിസ്ലേച്ചർ. ഓക്കെ, ഈ ജഡ്ജസിന് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷനിങ് ചെക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്ന ലോസും അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് അറേഞ്ച്മെന്റ്, ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് വെച്ചാൽ ഈ ഓർഗൻസ് എന്ന് പറയുന്ന 3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഡിപെൻഡൻസ് ആണ്. ആ 3 പേരിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യും, അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നോക്കുക. മോഡേൺ ഡെമോക്രസിയിലെ പവർ ഷെയറിംഗ്. ആൻഡ് പവർ ക്യാൻ ബി ഷെയർഡ് അമംഗ് ഗവൺമെന്റ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. നമ്മൾ പറഞ്ഞു പല ടൈപ്സ് ഓഫ് ഗവൺമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മോഡേൺ ഡെമോക്രസിയിൽ. എ ജനറൽ ഗവൺമെന്റ് ഫോർ ദ എൻറ്റയർ കൺട്രി ആൻഡ് ഗവൺമെന്റ് അറ്റ് ദ പ്രൊവിൻഷ്യൽ ഓർ റീജിയണൽ ലെവൽ ഉണ്ട്. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്. സച്ച് എ ജനറൽ ഗവൺമെന്റ് ഫോർ ദ എൻറ്റയർ കൺട്രീനെ നമ്മൾ പറയുന്നതാണ് ഫെഡറൽ ഗവൺമെന്റ് അല്ലെ. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ രാജ്യത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന ജനറൽ ഗവൺമെന്റിന് പറയുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഫെഡറൽ ഗവൺമെന്റ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ഇന്ത്യ വി റിഫർ ടു ഇറ്റ് ആസ് സെൻട്രൽ ഓർ യൂണിയൻ ഗവൺമെന്റ്. ഇന്ത്യയിൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? സെൻട്രൽ എന്നോ യൂണിയൻ ഗവൺമെന്റ് എന്നാണ് നമ്മൾ പേര് പറയുന്നത്. സെൻട്രൽ ഓർ യൂണിയൻ ഗവൺമെന്റ് എന്നാണ് നമ്മൾ ജനറൽ ഗവൺമെന്റിനെ പറയുന്ന പേരില്ലേ? ഓക്കെ അല്ലേ. ആൻഡ് ദ ഗവൺമെന്റ് അറ്റ് ദ പ്രൊവിൻഷ്യൽ ഓർ റീജിയണൽ ലെവൽ ആർ കോൾഡ് ബൈ ഡിഫറെന്റ് നെയിംസ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് അല്ലേ. എന്ന് വെച്ചാൽ റീജിയണൽ ലെവൽ, സ്റ്റേറ്റ് ലെവലിലുള്ള ഗവൺമെന്റിന് പല പേരുകളാണ് പല കൺട്രീസിൽ പറയുന്നത്. ഇൻ ഇന്ത്യ നമ്മൾ പറയുന്നത് എന്ത് പേരെന്താ? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണ്. ദിസ് സിസ്റ്റം ഇസ് നോട്ട് ഫോളോഡ് ഇൻ ഓൾ കൺട്രി. ഈ ഒരു സിസ്റ്റം എല്ലാ കൺട്രീസിനും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. And there are many countries where there are no provincial or state government. ചില കൺട്രീസിൽ ഇത്തരം സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇല്ല, സെൻട്രൽ ഗവൺമെന്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് പല കൺട്രീസിലും ഇല്ല എന്നുള്ളതാട്ടോ മക്കളെ പറയുന്നത്. But in those countries like ours where there are different levels of government, പല രാജ്യങ്ങളിലും പല ലെവൽസ് ഓഫ് ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. The constitution clearly lays down the powers of different levels of government അല്ലെ. പല ഗവൺമെന്റിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൈമിൽ എന്തൊക്കെ പവേഴ്സ് ആണ് കൊടുക്കേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൈമിൽ എന്തൊക്കെ പവേഴ്സ് ആണ് കൊടുക്കേണ്ടത് ഒക്കെ തീരുമാനിക്കുക ആരാണ് മക്കളെ? അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഓക്കെ, ഇതാണ് മെയിൻലി ബെൽജിയത്തിൽ നിലനിന്നത് അല്ലെ. ഈ ഒരു കോൺസെപ്റ്റ് എവിടെ റിഫ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്തു? ശ്രീലങ്കയിലെ. ഈ ഒരു ഇതിനെയാണ് ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ആൻഡ് ദ സെയിം പ്രിൻസിപ്പിൾ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ലെവൽസ് ഓഫ് ഗവൺമെന്റ് ലോവർ ദാൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതുപോലെ വേറൊരു ഗവൺമെന്റ് ഉണ്ട് അല്ലെ. തേർഡ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഇറ്റ് ഇസ് മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് അല്ലെ. Okay, let us call the division of powers involving higher and lower level of government. ഹയർ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവും. ലോവർ ലെവലിലാണ് മുനിസിപ്പാലിറ്റി ആൻഡ് പഞ്ചായത്ത് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പവർ മേ ഓൾസോ ബി ഷെയർഡ് അമംഗ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. പല സോഷ്യൽ ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞല്ലോ, സിൻഹാല കമ്മ്യൂണിറ്റി, തമിഴ് പീപ്പിൾ അല്ലെ, ശ്രീലങ്ക, അതൊക്കെ ശ്രീലങ്കയിലുള്ള തമിഴ്സ്, ഇന്ത്യൻ തമിഴ്സ് അങ്ങനെ. ഓക്കെ, അതിനൊക്കെ അവരുടെ പോളിസീസ് ഒക്കെ മെയിൻലി ഇല്ല പൊളിറ്റിക്കൽ ആയിക്കോട്ടെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ചില കൺട്രീസിലുണ്ട് അല്ലെ. ബെൽജിയത്തിൽ നമ്മൾ കണ്ടു അല്ലെ. is a good example of this arrangement. കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ബെൽജിയത്തിലുണ്ട് അല്ലെ. ബെൽജിയത്തിൽ എന്താണ്? ഇറ്റ് ഈസ് ഡച്ച് സ്പീക്കിംഗ് പീപ്പിൾ, ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ കമ്മ്യൂണിറ്റി. അവിടെയുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിന്റെയും സൊല്യൂഷൻസ് കണ്ടെത്തുന്നത് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ആണ് അല്ലെ. ഇൻ സം കൺട്രീസ്, ഇനി വേറെ രാജ്യങ്ങളിലോ there are
കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ അറേഞ്ച്മെന്റ്സ് അല്ലേ, ചില കൺട്രീസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലീഗൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും അല്ലെ, ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്. whereby socially weaker sections women are represented in the legislature. അവിടെ എന്ന് പറയുമ്പോൾ വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിൽ ഉൾപ്പെടുന്ന വിമനൊക്കെ മെയിൻ റോൾ കൊടുക്കും ലെജിസ്ലേച്ചറിലൊക്കെ. അതാണ് അവിടെയുള്ള ഡിഫറൻസ്. വേറെ രാജ്യങ്ങളും നമ്മുടെ രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദ വേ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യത്തിൽ നമുക്ക് കാണാം. പ്രഷർ ഗ്രൂപ്പ്സ്, മൂവ്മെന്റ്സ് കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ് ദോസ് ഇൻ പവർ. പൊളിറ്റിക്കൽ പാർട്ടീസിൽ കണ്ടിട്ടില്ലേ, ലീഡേഴ്സ് അവരുടെ ഫോളോവേഴ്സിന് എന്ത് ചെയ്യും, പവർ ഷെയർ ചെയ്യും അല്ലെ. പ്രഷർ ഗ്രൂപ്പ്സ്, പല കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിന് നമ്മൾ പറഞ്ഞു. മൂവ്മെന്റ്സ്, ഒരു മൂവ്മെന്റ്സ് നടക്കുമ്പോൾ അല്ലെ, ഫോർ എക്സാമ്പിൾ ഫ്രീഡം സ്ട്രഗിൾ നടക്കുമ്പോൾ ഒരാൾക്ക് മാത്രമാണ് എല്ലാ തരത്തിലും ടാസ്ക് ഒക്കെ പവറൊക്കെ കൊടുക്കുക അല്ല, ഫോളോവേഴ്സിനും പവർ കൊടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ടാസ്ക് ഫോം ചെയ്യണം എന്നൊക്കെ. ഓക്കെ, ഇൻ എ ഡെമോക്രസി ദ സിറ്റിസൺസ് മസ്റ്റ് ഹാവ് ഫ്രീഡം ടു ചൂസ് among various contenders for power. എന്ന് വെച്ചാൽ ആരാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിന് അനുസരിച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നത് അല്ലേ, അതൊക്കെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ത്രൂ എലക്ഷൻ നമുക്ക് റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കാം അല്ലേ മക്കളെ. ഇൻ കണ്ടംപററി ഡെമോക്രസി ദിസ് ടേക്സ് ദ ഫോം ഓഫ് കോമ്പറ്റീഷൻ among ഡിഫറെൻറ്റ് പാർട്ടി. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, ഈ ഒരു പല പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എലക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ. സച്ച് കോമ്പറ്റീഷൻ എൻഷുവേഴ്സ് ദാറ്റ് പവർ ഡസ് നോട്ട് റിമെയിൻ ഇൻ വൺ ഹാൻഡ്. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് പവർ ഒരു ആളെ കയ്യിൽ മാത്രം നിലനിന്നാൽ പോരാ, എല്ലാവർക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ വേണം അല്ലെ, എല്ലാവർക്കും അത് തേടിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. ഇൻ ദ ലോങ് റൺ power is shared among different political parties that represent different ideologies and social group. Political parties ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ഗവൺമെന്റ്സിലൊക്കെ എന്താണ് പറയുന്നത്, ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് സംടൈംസ് ദിസ് കൈൻഡ് ഓഫ് ഷെയറിംഗ് ക്യാൻ ബി ഡയറക്റ്റ് അല്ലെ. ഈ ഒരു പവർ ഷെയറിംഗ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നടക്കാം. പിന്നെയോ ടു ഓർ മോർ പാർട്ടീസ് ഫോം ആൻഡ് അലയൻസ് അല്ലെ, എന്ന് വെച്ചാൽ ഒന്ന് കൂടുതൽ പാർട്ടീസ് എന്ത് ചെയ്യും, ഒരുമിച്ച് കൂടിയിട്ട് ഒരു എലക്ഷൻസ് ഇതാക്കും. അങ്ങനെയാവുമ്പോൾ ദിയർ അലയൻസ് സെലക്ടഡ് ദേ ഫോം എ കൊലീഷൻ ഗവൺമെന്റ്. എന്താണ് കൊലീഷൻ ഗവൺമെന്റ്? അപ്പൊ ടീച്ചർ പറഞ്ഞു മുന്നത്തെ സെഷനിൽ വാജ്പേയി എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു എലക്ഷൻ നടന്നു. അതിൽ മെജോറിറ്റി പാർട്ടി റൂൾ ആർക്കും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, അവിടെ നിലനിന്ന പാർട്ടീസ് മൊത്തം എന്ത് ചെയ്തു, ഒരുമിച്ച് നിന്നിട്ട് ഈക്വൽ റെപ്രസെൻറ്റേഷനിൽ ഫോം ചെയ്ത ഗവൺമെന്റ് ആയിരുന്നു കൊലീഷൻ ഗവൺമെന്റ് ആ ഒരു ടൈമിൽ ഫോം ചെയ്തത്. ഓക്കെ. ഇൻ എ ഡെമോക്രസി, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ വി ഫൈൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അല്ലെ, എന്തൊക്കെയാണ്, ട്രേഡേഴ്സ്, ബിസിനസ് മാൻ അല്ലെ, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഫാമേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഒരു ഡെമോക്രസി ആകുമ്പോൾ അവിടെ ട്രേഡേഴ്സ് ഉണ്ടാവും, ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടാവും, ഫാമേഴ്സ് ഉണ്ടാവും അല്ലേ. ദേ ഓൾസോ വിൽ ഹാവ് എ ഷെയർ ഇൻ ഗവൺമെന്റൽ പവർ either through participation in governmental committee or bringing the influence of decision making. ഇവരിൽ എല്ലാവർക്കും എന്താണ്, നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ഗവൺമെന്റ് പവറിൽ ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ട്രേഡേഴ്സിന് ഒരു മെജോറിറ്റി പവർ, അതുപോലെ തന്നെ ഫാമേഴ്സിന് ഒരു മെജോറിറ്റി പവർ, അങ്ങനെയല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പോവാം അല്ലെ. ഓക്കെ, ഫോംസ് ഓഫ് പവർ ഷെയറിംഗ്. പലതരത്തിലുള്ള പവർ ഷെയറിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെ തരത്തിലുള്ള പവർ ഷെയറിംഗ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരാളെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന പവർ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ആ ഒരു കാലഘട്ടം ഇപ്പൊ മാറി അല്ലേ. ഇപ്പൊ എന്താണ്, പവർ ഷെയറിംഗ് എന്നുള്ളത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഷെയറിംഗ് ആയി മാറിയിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മുടെ ഇത് പറയുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് പീപ്പിൾ ആർ ദ സോഴ്സ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പവർ. എല്ലാ പൊളിറ്റിക്കൽ പവറിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് ആരായിട്ട് കാണുന്നതാണ്, നമ്മുടെ പീപ്പിൾ ആണ് അല്ലെ. അവരെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് എവിടെ വരുന്നത്,
ഓരോ സ്റ്റേറ്റിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് എലക്ട് ചെയ്ത് വരുന്നത് അല്ലെ. ഒരു ഡെമോക്രസിയിൽ പീപ്പിൾ റൂൾ ദംസെൽസ്, ആളുകളാണ് അവരെ റൂൾ ചെയ്യുന്നത് ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ഗുഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ ഡ്യൂ റെസ്പെക്ട് ഷുഡ് ബി ഗിവൺ അല്ലെ. ഇൻ എ ഗുഡ് ഡെമോക്രസി equal respect should be given to diverse groups and views of society എന്നാണ് പറയുന്നത്. എന്താണ്? everyone has a voice in the shaping of public policies. Okay, next one. modern democracy ന്റെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? power is shared among different organs of government അല്ലെ. പവർ നമ്മുടെ ഗവൺമെന്റിന്റെ പല ഓർഗൻസിലും ഷെയർ ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് പറഞ്ഞേ? ഇറ്റ് ഈസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ ഒരു സെപ്പറേഷൻ ആണ് ഈക്വൽ ആയിട്ട് അവിടെ പവർ ഷെയറിങ് നടക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈച്ച് ഓർഗനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ലെജിസ്ലേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സിക്യൂട്ടീവ് അത് റീചെക്ക് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് 3 ഓർഗൻസും. ഓക്കെ, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗവൺമെന്റ്സിന്റെ ഇത് ഷെയറിങ്, പവർ ഷെയറിങ് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പവേഴ്സ് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ ഹാവ് പവേഴ്സ് അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ മൂന്നാമതൊരു ഗവൺമെന്റ് ഇറ്റ് ഈസ് മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് അല്ലെ. അപ്പോ ജനറൽ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് നമ്മൾ ഇന്ത്യയിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണെന്നും മക്കൾക്ക് അറിയാലോ. ഓക്കെ, ഇത്തരം ടൈപ്പ് ഓഫ് ആണ് ബെൽജിയത്തിൽ ഈക്വൽ പവർ ഷെയറിംഗ് ആണ് നടന്നത്. അത് ശ്രീലങ്കയിൽ അങ്ങനെ ആയിരുന്നു മക്കളെ? അല്ല അല്ലെ. ഓക്കെ, ആ ഒരു ഗവൺമെന്റിന് ഫെഡറൽ ഡിവിഷൻ, എല്ലാവർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്ന നാഷൻ അല്ലെ. ബെൽജിയം പോലുള്ള നാഷൻസിന്റെ മോഡല് എല്ലാ കൺട്രീസും അഡോപ്റ്റ് ചെയ്യണം എന്നാണ് അല്ലെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഈക്വൽ റെപ്രസെന്റേഷൻ പോളിസി എല്ലാ രാജ്യവും അഡോപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒരു രീതിയിൽ അല്ലെ അതിന്റെ അടുത്തെത്താൻ പറ്റുമോ എന്ന് വരെ സംശയമാണ് അല്ലെ. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.